സ്ത്രീ എന്നത് ഒരു വീടിന്റെ വിളക്കാണ്. ആ വിളക്ക് തെളിഞ്ഞു നിൽക്കണമെങ്കിൽ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വാക്കുകൾ അത്യാവശ്യമാണ്. നാം അറിയാതെ പറഞ്ഞു പോകുന്ന ചെറിയൊരു വാക്കുപോലും ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസത്തെ എത്രത്തോളം തകർക്കുമെന്ന് നാം ചിന്തിക്കാറില്ല. ആധുനിക ലോകത്ത് മാനസികാരോഗ്യം വലിയ ചർച്ചയാകുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇസ്ലാം പഠിപ്പിച്ച ആദരവ് നാം ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് ഒരാളുടെ ശാരീരിക രൂപത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. നീ ഇതെന്താ ഇങ്ങനെ തടിച്ചുപോയത്, അല്ലെങ്കിൽ നിനക്കൊട്ടും ഭംഗിയില്ലല്ലോ എന്നൊക്കെയുള്ള വാക്കുകൾ തമാശയ്ക്ക് പോലും പറയരുത്. ഭൗതികമായി നോക്കിയാൽ ഇത് ബോഡി ഷെയ്മിംഗ് എന്ന വലിയൊരു മാനസിക പീഡനമാണ്. ഇത് കേൾക്കുന്ന സ്ത്രീയുടെ ഉള്ളിൽ സ്വന്തം രൂപത്തെക്കുറിച്ച് അപകർഷതാബോധമുണ്ടാകാൻ കാരണമാകും. ഇസ്ലാമികമായി നോക്കിയാൽ ഓരോ മനുഷ്യനെയും അല്ലാഹു ഏറ്റവും മനോഹരമായ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു സൃഷ്ടിയെ കുറച്ച് കാണിക്കുന്നത് ആ സൃഷ്ടാവിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഖുർആൻ പഠിപ്പിക്കുന്നത് ഒരു ജനതയും മറ്റൊരു ജനതയെ പരിഹസിക്കരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ രൂപത്തെ പരിഹസിക്കുന്നത് വലിയൊരു പാപമാണ്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ അറിവുകൊണ്ടും ബുദ്ധികൊണ്ടും ലോകത്തെ വിസ്മയിപ്പിച്ചവളായിരുന്നു. അവിടെ രൂപത്തിനല്ല, മറിച്ച് സ്വഭാവത്തിനും അറിവിനുമായിരുന്നു മുൻഗണന. നാം ഒരാളുടെ പുറമോടി നോക്കി വിധിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ നന്മകളെ നാം കാണാതെ പോകുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു സ്ത്രീ ചെയ്യുന്ന അധ്വാനത്തെ വിലകുറച്ച് കാണുന്നതാണ്. നീ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ എന്ന ചോദ്യം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വേദനയുണ്ടാക്കുന്ന ഒന്നാണ്. ഒരു വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതും കുട്ടികളെ വളർത്തുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും ഒട്ടും ചെറിയ ജോലിയല്ല. പലപ്പോഴും പുരുഷന്മാർ പുറം ലോകത്തെ ജോലി കഴിഞ്ഞു വരുമ്പോൾ തങ്ങൾ മാത്രമാണ് കഷ്ടപ്പെടുന്നത് എന്ന് വിചാരിക്കാറുണ്ട്. എന്നാൽ ഒരു വീട്ടമ്മയ്ക്ക് അവധി ദിവസങ്ങളില്ല. പ്രഭാതം മുതൽ രാത്രി വൈകുന്നതുവരെ അവൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അധ്വാനത്തെ അംഗീകരിക്കാത്തത് വലിയൊരു നന്ദികേടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ ചെരുപ്പ് തുന്നാനും വസ്ത്രം തുന്നാനും ഭാര്യമാരെ സഹായിച്ചിരുന്നു. ലോകനേതാവായ അദ്ദേഹം വീട്ടുജോലികളെ ഇത്രത്തോളം ബഹുമാനിച്ചിരുന്നെങ്കിൽ സാധാരണക്കാരായ നമുക്ക് എങ്ങനെ അവരെ നിസ്സാരമായി കാണാൻ സാധിക്കും? മൂന്നാമതായി, താരതമ്യം ചെയ്യുക എന്ന മോശം സ്വഭാവമാണ്. എന്റെ ഉമ്മയുണ്ടാക്കുന്ന പോലെ നിനക്കുണ്ടാക്കാൻ അറിയില്ലല്ലോ എന്നോ അയൽക്കത്തെ സ്ത്രീയെ കണ്ടു പഠിക്കൂ എന്നോ പറയുന്നത് ഒഴിവാക്കണം. ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യേക കഴിവുകളുണ്ട്. താരതമ്യം സ്നേഹത്തെ ഇല്ലാതാക്കുകയും പക വളർത്തുകയും ചെയ്യും. ഭൗതികമായി ചിന്തിച്ചാൽ ഓരോ മനുഷ്യനും ഓരോ ഡിസൈനാണ്. ഒരാൾക്ക് പാചകത്തിലായിരിക്കും കഴിവ്, മറ്റൊരാൾക്ക് വീട് ഭംഗിയായി വെക്കുന്നതിലായിരിക്കും. എല്ലാവരും ഒരുപോലെയാകണം എന്ന് നിർബന്ധം പിടിക്കുന്നത് പ്രകൃതി വിരുദ്ധമാണ്. പ്രവാചകന്റെ ഭാര്യമാരുടെ ജീവിതം നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാം. ഖദീജ റളിയല്ലാഹു അൻഹ വലിയൊരു ബിസിനസ് ഉടമയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വലിയൊരു പണ്ഡിതയായിരുന്നു. സൗദ റളിയല്ലാഹു അൻഹ മറ്റൊരു രീതിയിലായിരുന്നു. അവരെയൊന്നും പരസ്പരം താരതമ്യം ചെയ്ത് തരം താഴ്ത്തിയിരുന്നില്ല. നാലാമത്തെ കാര്യം, അവരുടെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതാണ്. വിവാഹശേഷം ഒരു സ്ത്രീ തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വിട്ടാണ് വരുന്നത്. ആ സാഹചര്യത്തിൽ അവളുടെ കുടുംബത്തെ കുറ്റപ്പെടുത്തുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയില്ല. അത് വലിയൊരു മാനസിക തകർച്ചയ്ക്ക് കാരണമാകും. ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അവരുടെ കുടുംബത്തെയും ബഹുമാനിക്കണം. കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നത് ഇസ്ലാമിൽ വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഭാര്യയുടെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെപ്പോലെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ സമാധാനമുണ്ടാകുന്നത്. അഞ്ചാമതായി, അവരുടെ വ്യക്തിപരമായ സ്വപ്നങ്ങളെയും താൽപ്പര്യങ്ങളെയും അടിച്ചമർത്തുന്ന രീതിയിലുള്ള സംസാരമാണ്. നീ ഇനി ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാ എന്നോ നിനക്കിതിനൊന്നും കഴിയില്ല എന്നോ ഉള്ള വാക്കുകൾ അവരുടെ സർഗാത്മകതയെ കൊല്ലുന്നതാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും പുരോഗതിക്കും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. ലോകത്തെ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത് ഫാത്തിമ അൽ ഫിഹ്രി എന്നൊരു മുസ്ലിം സ്ത്രീയായിരുന്നു എന്നത് ചരിത്രം. അറിവ് നേടുക എന്നത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. ഭൗതികമായും സ്ത്രീകളുടെ പങ്കാളിത്തം സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ആ കുടുംബത്തിനും നാടിനും ഗുണകരമാകും. അവരെ തളർത്തുന്ന വാക്കുകൾക്ക് പകരം ചേർത്തുപിടിക്കുന്ന വാക്കുകളാണ് വേണ്ടത്. വാക്കുകൾ അമ്പുകൾ പോലെയാണ്, ഒരിക്കൽ തൊടുത്തുവിട്ടാൽ തിരിച്ചു കിട്ടില്ല. സ്നേഹമുള്ള ഒരു വാക്ക് ഒരു തണൽമരം പോലെയാണ്, അത് കേൾക്കുന്നവർക്ക് കുളിർമ നൽകും. ഒരു പുഞ്ചിരിയോടെയും നല്ല വാക്കോടും കൂടി പെരുമാറുന്നത് ഒരു സ്വതക്ക, ദാനം ആണെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് കേവലം ഒരു ഉപദേശമല്ല, മറിച്ച് ഒരു ജീവിത രീതിയാണ്.
നമ്മുടെ വാക്കുകളിൽ കരുണയുണ്ടാകണം. പലപ്പോഴും ദേഷ്യം വരുമ്പോഴാണ് നാം ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത്. ദേഷ്യം പിശാചിൽ നിന്നുള്ളതാണ്. ആ സമയത്ത് മൗനം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് ശാന്തമാകുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. ഭാര്യയോടോ ഉമ്മയോടോ സഹോദരിയോടോ സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കണം. അവൾ ഇന്ന് ക്ഷീണിതയാണോ, അവൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് വലിയൊരാശ്വാസമാണ്. വീടിനുള്ളിൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ പുറം ലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കൂ. ആ സമാധാനം വരുന്നത് വാക്കുകളിലൂടെയാണ്. പരിഹാസവും കുറ്റപ്പെടുത്തലുകളും ഇല്ലാത്ത ഒരു വീട് സ്വർഗതുല്യമാണ്. ഇക്കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സംസാരം എത്രത്തോളം നന്നാക്കേണ്ടതുണ്ട് എന്ന്. നല്ല വാക്കുകൾ പറയുക, സ്നേഹത്തോടെ പെരുമാറുക, അത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കും. നമ്മുടെ വാക്കുകൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ തറയ്ക്കുന്ന അമ്പുകളാകരുത്, മറിച്ച് ഉണങ്ങാത്ത മുറിവുകൾക്ക് മരുന്നാകുന്ന തലോടലുകളാകണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെ മനസ്സിലാക്കുന്ന, തൻ്റെ അധ്വാനത്തെ വിലമതിക്കുന്ന ഒരു ജോഡി കാതുകളും സ്നേഹം നിറഞ്ഞ വാക്കുകളുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ വലിയ മാതൃക സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ദിശയാകണം. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ഉപരിയായി കൂടെയുള്ളവരുടെ മനസ്സ് നോവാതെ സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥ വിജയം എന്ന് നാം തിരിച്ചറിയണം. ചുരുക്കത്തിൽ, ഒരു വീടിന്റെ സന്തോഷം നിർണയിക്കുന്നത് അവിടുത്തെ പുരുഷന്മാർ സ്ത്രീകളോട് സംസാരിക്കുന്ന ഭാഷയിലാണ്. കുറ്റപ്പെടുത്തലുകളും താരതമ്യങ്ങളും പരിഹാസങ്ങളും ഒഴിവാക്കി പകരം അംഗീകാരവും പ്രോത്സാഹനവും സ്നേഹവും നൽകാൻ നമുക്ക് സാധിക്കണം. ഖദീജ റളിയല്ലാഹു അൻഹയെയും ആയിഷ റളിയല്ലാഹു അൻഹയെയും പോലെയുള്ള മഹദികളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് അവരോട് കാണിക്കേണ്ട ആദരവിനെക്കുറിച്ചാണ്. അള്ളാഹു നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങളെ കരുതലോടെ കാത്തുസൂക്ഷിക്കാനും നമ്മുടെ വാക്കുകളിലൂടെ അവരുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കാനും നമുക്ക് ശ്രമിക്കാം.